ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹ സമൃദ്ധമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മൾ ക്രിസ്ത്യാനികൾ അതിൽ അഭിമാനിക്കുന്നവരാണ്. ആരാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-25 വചനങ്ങളിൽ പറയും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതെ, ജീവിത സഹനങ്ങളാകുന്ന കുരിശുകൾ എടുത്തുകൊണ്ട് നമ്മുടെ പൊന്നു കർത്താവിനെ അനുഗമിക്കാനുള്ളവരാണ് ക്രിസ്ത്യാനി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുരിശിന്റെ മറുപുറത്ത് കിടന്ന് യേശുവിനെ സ്നേഹിക്കാനുള്ളവരാണ് നമ്മൾ. വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയുടെ ലേഖനം 2-ാം അധ്യായത്തിൽ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവിടുത്തെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതെ, ഈ വിശുദ്ധ സുവിശേഷം ജീവിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യപ്പെട്ടവരാണ്, അല്ലെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ബൈബിളിൽ കുരിശു ചുമന്ന അനേകരെയും നമ്മൾ കാണുന്നുണ്ട്. തന്നെ സ്നേഹിച്ച ദൈവം തൻ്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് ഈശോയെ അയക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം അവിടുന്ന് കണ്ടത് നമ്മുടെ മുഖങ്ങളായിരുന്നു. പരിശുദ്ധിയമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു ചെല്ലുന്നു. ലോകത്തെ രക്ഷിക്കുവാനുള്ള തൻ്റെ പുത്രനെ സ്വീകരിക്കുവാനുള്ള ഒരു പാത്രം ദൈവം ആഗ്രഹിച്ചു, അന്വേഷിച്ചു. പരിശുദ്ധിയമ്മ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ദൈവമായിരുന്നിട്ടും തന്നെ ശൂന്യനാക്കി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, വചനമായി ദൈവത്തെ ഉദരത്തിൽ സ്വീകരിച്ച, കാൽവരിയിലേക്ക് യാത്ര ചെയ്ത ആദ്യത്തെ സക്രാരിയാണല്ലോ നമ്മുടെ പരിശുദ്ധി അമ്മ. അമ്മയുടെ ജീവിതത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ സഹനത്തിന്റെ ജീവിതമായിരുന്നു. നമുക്കറിയാം, കന്യകയായ ഒരു സ്ത്രീ ഭർത്താവ് ആരെന്നറിയാതെ വിവാഹം കഴിക്കാതെ ഒരു ഉദരത്തിൽ ഒരു ശിശുവിനെ പേറുക ഏറ്റവും നിന്ദ്യമായ ഒരു അവസ്ഥയായി, കല്ലെറിഞ്ഞു കൊല്ലേണ്ട ഒരു പാപിനിയായി മാറ്റപ്പെടുന്ന അവസ്ഥ. ആ അവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പരിശുദ്ധി അമ്മ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. നോക്കുക, ദൈവത്തോട് നല്ല ബന്ധം പുലർത്തിയിരുന്ന പരിശുദ്ധി അമ്മ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് ദൈവദൂതനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആവാം ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്. അതെ, സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കണമെങ്കിൽ ഭൂമിയോളം താഴുന്ന ഒരു എളിമ ഉണ്ടാവണം. അത് പരിശുദ്ധി അമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ക്രിസ്ത്യാനിയുടെ വിളിയും ഈ അമ്മയുടെ വിളിയാണ്. ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ഇറക്കുവാൻ, ഭൂമിയിലുള്ളവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് സാധിച്ചാൽ, ക്രിസ്ത്യാനി എന്ന നാമം ധരിക്കുന്ന നമുക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കും. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവം വേദനിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ 30 വർഷം ഈശോ മറിയപ്പെട്ട ജീവിതം നയിച്ചു. ശേഷം 3 വർഷം ദൈവപിതാവ് ആഗ്രഹിച്ചതെന്തോ അത് ചെയ്യാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി, പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വചനത്തിൽ ഉറച്ചു വിശ്വസിച്ച ദൈവം, അല്ലെ വചനമായ ദൈവം, ലോകത്തിന്റെ അതിർത്തികളിലേക്ക് തൻ്റെ വചനവുമായി കടന്നു ചെന്നു. ദുഃഖിതർക്ക് ആശ്വാസം, പീഡിതർക്ക് വിമോചനം, രോഗികൾക്ക് സൗഖ്യം, അന്ധർക്ക് കാഴ്ച, എല്ലാവും ഈശോ നൽകി കടന്നു പോകുന്നു. തുടർന്ന് തൻ്റെ 33-ാമത്തെ വയസ്സിന്റെ അവസാന ദിവസങ്ങളിൽ നാം കാണുന്നു ഒരു രാജകീയ പ്രവേശനം. താൻ സ്നേഹിച്ചു കൊണ്ടു നടന്നവരും
തൻ്റെ വചനം സ്വീകരിച്ച് അനുഗ്രഹത്തെ പ്രാപിച്ചവരുമായ അനേകം ആളുകൾക്കൊപ്പം ജെറുസലേം ദേവാലയത്തിലേക്കുള്ള ഒരു രാജകീയ പ്രവേശനം. ആർപ്പുവിളി നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അതെല്ലാം കാണുന്നു. ആളുകള് വഴികളിൽ വസ്ത്രം വിരിക്കുന്നു, മറ്റുള്ളവര് മരച്ചില്ലകളില് ഓടിച്ച് വഴികളില് വിതറുന്നു. ഉന്നതങ്ങളിൽ നിന്ന് വന്നവന് അത്യുന്നതന് ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന എന്ന ആർപ്പുവിളികള് ഉണ്ടാവുന്നു. അങ്ങനെ സന്തോഷത്തിന്റെ ഒരവസരത്തിൽ ഒരു ഭൗമിക രാജാവിനെ പ്രഖ്യാപിക്കാൻ എന്നവണ്ണം ആളുകൾ വിശ്വസിച്ച ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് സന്തോഷത്തിന്റെ ദിവസമാണ്. പക്ഷേ 3 നാൾക്ക് ശേഷം സംഭവിച്ചതോ, തന്റെ പ്രിയപ്പെട്ടവരോടുകൂടെ 12 ശിഷ്യന്മാരോടുകൂടെ അത്താഴം മുന്നിട്ട് ഗെത്സേമനയിലേക്ക് പോകുന്ന ഈശോയെ നമുക്ക് മറക്കാനാവുമോ? ലോകത്തിന്റെ പാപങ്ങൾ മുഴുവനും മുന്നിൽ കണ്ടുകൊണ്ട് തന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ഈ സമയത്ത് ദൈവപിതാവ് തന്റെ മകന്റെ രക്തം പൊടിഞ്ഞ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഒന്നും പറഞ്ഞതായി നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനത്തിന്റെ അവസരത്തിൽ ദൈവം എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. എന്തിന് എനിക്ക് ഈ സഹനം എന്ന് നാം ചോദിച്ചിട്ടുണ്ടായിരിക്കാം. സഹനത്തിന്റെ മുമ്പേ ജീവിതത്തെ വേണ്ട എന്ന് വെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. വിശുദ്ധ കൂദാശകളിൽ നിന്ന്, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ടായിരിക്കാം. മറ്റ് അന്യ ദൈവങ്ങളിലേക്ക് ഞാൻ പോയിട്ടുണ്ടാകാം. ഈശോയ്ക്ക് ഇതേ ഒരു പ്രലോഭനമാണ് ഉണ്ടായത്. ദൈവമേ, അങ്ങ് പോലും എന്നെ ഉപേക്ഷിച്ചോ? ഒറ്റ നിമിഷങ്ങൾക്ക് ശേഷം പിതാവ് തന്റെ പ്രിയപുത്രനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ദൃശ്യമുണ്ട്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ദൈവപിതാവ് ഈ ഭൂമിയിലായിരിക്കുന്ന പാപം നിറഞ്ഞ എന്റെയും നിങ്ങളുടെയും മുഖം യേശുതമ്പുരാനെ കാണിച്ചു കൊടുക്കുന്നു. അതെ, പാപത്താൽ വിരൂപമാക്കപ്പെട്ട നമ്മുടെ മുഖങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണം. അതായിരുന്നു എൻ്റെ ജന്മ അവതാരത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ ഈശോ ഉടനെ കൂട്ടിച്ചേർത്തു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ പ്രേക്ഷിത മേഖലകളിലാകാം, നമ്മുടെ കുടുംബ ജീവിതത്തിലാവാം, എല്ലായിടത്തും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആത്മീയ വീര്യം നമുക്കുണ്ടാവണം. ഈ ആത്മീയ വീര്യത്തിലേക്ക്, ഈ സന്തോഷത്തിലേക്ക്, ഈ സഹനത്തെ സ്നേഹിക്കുവാനുള്ള ഉൾക്കരത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാനാണ് ഈശോ ആഗ്രഹിച്ചതും ഈശോ ഈ കുരിശ് ചുമന്നതും. നമ്മുടെ ഹൃദയങ്ങളുടെ വേദനകൾ, നൊമ്പരങ്ങൾ, ഭാരങ്ങൾ, അസ്വസ്ഥതകൾ എൻ്റെ ജീവിതത്തെ തീർത്തേക്കാം എന്നുള്ള ചിന്ത, അതുപോലും തമ്പുരാൻ തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് വേണ്ടി പീഡകൾ മുഴുവൻ ഏറ്റെടുക്കുന്ന ഈശോ. പാഷൻ ഓഫ് ക്രൈസ്റ്റില് നമ്മൾ ഈശോയെ കാൽവരിയിലേക്ക് യാത്ര ചെയ്യുന്ന ദൃശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. കാൽവരിയിലെ യാത്രയിൽ ഒറ്റ മുറിവായി രക്തം വാർന്ന ശരീരവുമായി കാൽവരിയിലേക്കുള്ള യാത്രയിൽ ആ ഈശോയുടെ മുഖം നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ പല പ്രശ്നങ്ങൾക്കും ഉത്തരമാകും. ഞാൻ ജീവിതത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എനിക്ക് വേണ്ടി ക്രൂശിതനായ ഈശോയെ ഞാൻ ആത്മനാ ദർശിക്കാത്തതാണ്. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയിലേക്ക് ഓരോ ദിവസവും നമ്മൾ ഓടിക്കൂടുന്നവരാണ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എന്താണ്? ഈശോയുടെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ജീവിത രഹസ്യങ്ങളെ അൾത്താരയില് പുനരവതരിപ്പിക്കുന്നു. കാൽവരി യാത്രയിലെ ആ ഒരു നിമിഷം മാത്രം എൻ്റെ സ്നേഹത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ ഏറ്റെടുത്തെങ്കിൽ ഈ കുർബാനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക് അണയുമ്പോൾ ഞാൻ പറയുന്ന പരാതികൾ എനിക്കുണ്ടാവില്ല.
കുർബാന നീണ്ടുപോയി, ശരിയായില്ല, ഇരിക്കാൻ പറ്റിയില്ല, എന്തൊക്കെ അസ്വസ്ഥതകളാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കുന്നത്. കാൽവരിനാഥനിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞാൽ, ആ തിരുമുഖം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒപ്പിയെടുത്താൽ, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വിശുദ്ധ കുർബാനയുടെ മുൻപിൽ അടയിരിക്കാൻ എനിക്ക് സാധിക്കും. ഈ വിശുദ്ധ കുർബാന എന്താണ്? സ്വർഗത്തിലായിരുന്നവൻ ഭൂമിയിലേക്ക് വന്ന് എന്നെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അപ്പമായി തീർന്നതാണ്. അപ്പത്തിന്റെ വീട്ടിൽ ജനിച്ചവൻ, ബേത്ലഹേം അപ്പത്തിന്റെ വീടാണ്. അപ്പത്തിന്റെ വീട്ടിൽ ജനിച്ചവൻ കാൽവരി യാത്രയിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. നമുക്കറിയാം, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശിരസിലും അല്ലെങ്കിൽ എൻ്റെ ദേഹത്ത് നിലനിൽക്കുന്നത് യേശുവാണ്. ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറ്റപ്പെടുകയാണ്. എൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തം ഈശോയുടെ രക്തമാണ്. എൻ്റെ ശരീരം ഈശോയുടെ ശരീരമാണ്. ആ ഒരു ബോധ്യമുണ്ടായെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഞാൻ മറ്റൊരു ക്രിസ്തുവായി മാറ്റപ്പെടുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് വളരാൻ വിശുദ്ധ കുർബാന നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിശുദ്ധ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അബ്രാഹത്തിന്, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തിന്റെ ജീവിതത്തെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹീതമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നോക്കണേ, അബ്രാഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹം. ഈ അനുഗ്രഹത്തെ പേറാനാണ് നമ്മളും ക്രിസ്ത്യാനികളായിരിക്കുന്നത്. തുടർന്നുള്ള അബ്രാഹത്തിന്റെ ജീവിതവും 90-ാമത്തെ വയസ്സിൽ ഒരു പുത്രനെ നൽകി അറ്റുനോറ്റു വളർത്തിയ ആ മകനെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണ്, എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. ബലി അർപ്പിക്കാമോ എന്നല്ല ചോദിച്ചത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ എനിക്ക് വേണ്ടി ബലി അർപ്പിക്കണം. അതേ മക്കളെ, നമ്മുടെ ജീവിതം അബ്രാഹത്തോട് ചോദിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതവും ബലി അർപ്പിക്കണം. ഞാൻ അർപ്പിക്കേണ്ടത് എവിടെയാണ്? മോറിയ മലയിലാണ് ഇസഹാക്കിനെ ബലിയർപ്പിച്ചതെങ്കിൽ ഞാൻ കുടുംബജീവിതം നയിക്കുന്നുവെങ്കിൽ എൻ്റെ അർപ്പണ വേദി എൻ്റെ കുടുംബമാകുന്ന അൾത്താരയാണ്. ഒരു അമ്മച്ചിയെ സംബന്ധിച്ച് അർപ്പണം അൾത്താര അടുക്കളയാണ്. ഒരു പിതാവിനെ സംബന്ധിച്ച് അൾത്താര എന്ന് പറയുന്നത് മക്കളോടുള്ള, ഭാര്യയോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്ന അവസ്ഥയാണ്. മക്കൾക്കോ തൻ്റെ പഠിപ്പിന്റെ മേഖലയാവാം അർപ്പണം ചെയ്യേണ്ടത്. അപ്പോ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ കടമകളെ നമ്മൾ കൃത്യമായി സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ഞാൻ മറ്റൊരു ക്രിസ്തുവാണെന്ന് മറക്കരുത്. ആ ഒരു സന്ദേശം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കണം. ഈശോയെ സ്നേഹിക്കാൻ സാധിക്കണം. നമുക്ക് ഒരു നിമിഷം ആലോചിക്കാം. എനിക്ക് അർപ്പണം ചെയ്യാനുള്ള, മറ്റൊരു ക്രിസ്തുവായി മാറാനുള്ള തടസ്സങ്ങൾ എവിടെയാണ്? ആ തടസ്സത്തെ ദൈവത്തിനു മുമ്പിൽ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ കൂടെ കുരിശിൽ മരിച്ചാൽ, എൻ്റെ സഹനവീതിയിൽ എൻ്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഈശോയെ പോലെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചാൽ, വെളിപാടിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ പറയും, വിജയം വരിച്ചവനെ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. അതെ, ഒരു ക്രിസ്ത്യാനിയുടെ വിളി ഈശോ മിശിഹായുടെ സിംഹാസനത്തിൽ ഇരിക്കാനാണ്. ആ ഒരു വിളി നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ അൾത്താരയിൽ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിന്റെ പാപങ്ങളെ അവിടുന്ന് കണ്ടെടുക്കുവാൻ അനുഗ്രഹിക്കണമേ. നീ നിന്റെ കുരിശ് ചുമന്ന് കുരിശിൽ മരിക്കാൻ മനസ്സാകുന്നതിന് വേണ്ടിയാണ് ഈശോ തൻ്റെ കുരിശ് ചുമന്ന് നിനക്ക് വേണ്ടി മരിച്ചത്. അതെ, അതുപോലെ എൻ്റെ ജീവിതത്തിന്റെ കടമകൾ നിർവഹിച്ച് കുരിശിൽ മരിക്കുവാനുള്ള വരം വിശുദ്ധ കുരിശിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങാം. തിരുരക്തം നമ്മെ തളിച്ച് വിശുദ്ധീകരിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.